വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വഴികൾ നമ്മൾ ട്രൈ ചെയ്ത് വെക്കാറുണ്ടല്ലേ. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുമ്പോഴും, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, അതുപോലെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതോടെ, അതുപോലെ പലതരത്തിലുള്ള ഫാറ്റ് കട്ടർ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കാണുമ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അതുപോലെ റീസെന്റ് ആയിട്ട് ഇപ്പം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന 2 സീഡുകളാണ് ഫ്ലാക്സ് സീഡ്സ്, അതായത് ചെറു ചണവിത്ത്, അതുപോലെ ചിയ സീഡ്സ് എന്നിവയല്ലേ. അപ്പോൾ ഇതിൽ ഏത് സീഡ്സ് ആണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്. അതുപോലെ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഈ 2 സീഡ്സ് നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫ്ലാക്സ് സീഡ്സ് ആണോ ചിയ സീഡ്സ് ആണോ വണ്ണം കുറയ്ക്കാൻ നല്ലതെന്നും നമ്മുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നും ഒക്കെയാണ് ഇനി പറയുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൃത്യമായിട്ടിരുന്നാൽ മാത്രമേ വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വണ്ണം കൂടുതലാണോ എന്ന് കണ്ടെത്തേണ്ടത് എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് മീറ്ററിൽ അതിൻ്റെ സ്ക്വയർ, ഇത് 2 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അതായത് നോർമലായിട്ട് നമുക്ക് വേണ്ടത് 24 ആണ് ഈ വാല്യൂ വേണ്ടത്. BMI 24 ആണെങ്കിൽ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള വെയിറ്റിലാണ് പോകുന്നത്. അതേസമയം തന്നെ 24 കൂടുതലാണ്, അതൊരു 29 വരെയാണെങ്കിൽ ചെറിയൊരു വണ്ണം കൂടുതലാണ് നമുക്ക്, അത് നമ്മൾ 24ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് BMI 30 മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ സാധാരണ രീതിയിൽ അമിതവണ്ണം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് വണ്ണം കൂടുതൽ തോന്നുമെങ്കിലും നമ്മൾ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ബോഡി മാസ് ഇൻഡെക്സ് പലപ്പോഴും ആ റേഞ്ചിൽ തന്നെയാണ് വരിക. പലപ്പോഴും എന്തെങ്കിലും രോഗങ്ങൾ കാരണമോ, അല്ലെങ്കിൽ ശരീരത്തിൽ നീര് കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ട് നമുക്ക് കാണുമ്പോൾ വണ്ണം തോന്നുമെങ്കിലും പലപ്പോഴും ബോഡി മാസ് ഇൻഡെക്സ് ശരിയായ രീതിയിലാണെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ ചിലപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വെയിറ്റ് നോക്കുന്ന സമയത്ത് ബോൺ വെയിറ്റ് കൂടുതലൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റ് കാണുകയും ബോഡി മാസ് ഇൻഡെക്സ് കൂടുതൽ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ കാണുന്ന രൂപത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മുടെ വെയിറ്റും ഹൈറ്റും വെച്ച് നോക്കിയിട്ട് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മളുടെ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. അതുപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് 18 കുറവയാണെങ്കിൽ അവർ ഭാരക്കുറവുള്ള, അതായത് അണ്ടർ വെയിറ്റ് കാറ്റഗറിയിൽ വരുന്നവരാണ്. അവർ 18 മുകളിലേക്ക് വന്നിട്ട് ശരീരഭാരം നിയന്ത്രിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നല്ലൊരു ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഫോളോ ചെയ്യാനും രോഗങ്ങളെല്ലാം തന്നെ ചെറുക്കാനും സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ണം കൂടുതലാണെങ്കിൽ ബോഡി ഷെയ്മിങ് വളരെയധികം കൂടുതലാണല്ലേ. അതുപോലെ തന്നെ പലപ്പോഴും വണ്ണം കൂടുതലുള്ളവരെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ആകുമ്പോൾ തടിച്ചി എന്ന് വിളിച്ച് കളിയാക്കുക. അതുപോലെ തന്നെ മുതിർന്നവരെയാണെങ്കിലും ഇതുപോലെ നീ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കളിയാക്കൽ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം തന്നെ അവർക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ഇതുപോലുള്ള ബോഡി ഷെയ്മുകളൊന്നും നടത്താതിരിക്കാം. ഇനി നമുക്ക് ചിയ സീഡ്സ് ആണോ ഫ്ലാക്സ് സീഡ്സ് ആണോ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ അതിൻ്റെ ന്യൂട്രിയൻസ് വാല്യൂ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിയ സീഡ്സിനെ അപേക്ഷിച്ച് പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും എല്ലാം അളവ് ഫ്ലാക്സ് സീഡ്സിൽ കൂടുതലാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവുമാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് ഫ്ലാക്സ് സീഡ്സിൽ കൂടുതലാണ്. ചിയ സീഡ്സിൽ ഇവയെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഫ്ലാക്സ് സീഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറവാണ് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സും അതുപോലെ പ്രോട്ടീൻ്റെ കണ്ടന്റ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കാണിച്ച ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ചിയ സീഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനും മസിൽ സ്ട്രെങ്ത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാൽഷ്യവും
അയണും അയഡിന് സെലീനിയം പോലുള്ള സാധനങ്ങളെല്ലാം തന്നെ ചിയാ സീഡ്സിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഫ്ലാക്സ് സീഡ്സിലാവുമ്പം സിങ്ക്, തയമീൻ, ഫോസ്ഫറസ് പോലുള്ള കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് ഏത് കണ്ടന്റ് ആണോ കൂടുതൽ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കുകയും വേണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മസിൽസിനും ബോൺസിനും ഒക്കെ സ്ട്രെങ്ത് കൂട്ടുകയും വേണം. എന്നാൽ നിങ്ങൾ ചിയ സീഡ്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തടി കുറയ്ക്കുന്ന സമയത്ത് ഫ്ലാക്സ് സീഡ്സോ ചിയ സീഡ്സോ മാത്രം കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വണ്ണം കുറയുകയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കാൻ പറയുന്നത്? ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ആ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും, അതുപോലെ തലവേദന പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടും, അതുപോലെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെ നല്ലത്. അതായത് ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് കാരണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേരം വിശപ്പ് തോന്നുകയില്ല. വിശപ്പ് തോന്നുകയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് അത്രയും കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റി കുറവ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫില്ലിംഗ് കിട്ടും. അതായത് സ്റ്റൊമക്ക് ഫില്ലായിട്ടുള്ള ഒരു തോന്നൽ ലഭിക്കും. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇങ്ങനെ മാത്രമാണ് നമ്മൾ ഈ സീഡ്സുകൾ വെയിറ്റ് ലോസിന് സഹായിക്കുന്നത്. അല്ലാതെ ഈ സീഡ്സ് മാത്രം കഴിച്ച് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കിട്ടില്ല. അതിൻ്റെ കൂടെ ഡയറ്റും കൂടെ കുറച്ച് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ചിയ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് ഫ്ലാക്സ് സീഡ്സിന് എപ്പോഴും കുറച്ച് ചൂട് കൂടുതലായിരിക്കും. അപ്പം ഓൾറെഡി നമ്മുടെ ബോഡി ഹീറ്റ് കൂടുതലായവർ, പെട്ടെന്ന് തന്നെ വിയർപ്പൊക്കെ വരുന്നവർ, ചൂട് സഹിക്കാൻ സാധിക്കാത്തവർ, ഇവരെല്ലാം തന്നെ ചിയ സീഡ്സ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫ്ലാക്സ് സീഡ്സ് കുറച്ചും കൂടെ ചൂടുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലമാവുമ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചിയ സീഡ്സിൻ്റെ അളവ് ഉപയോഗിക്കുകയും ചെയ്യുക. കാരണം ചിയ സീഡ്സിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഫ്ലാക്സ് സീഡ്സ് പുറത്തേക്ക് ചൂട് കൂടുതൽ വിടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലാക്സ് സീഡ്സിൽ സോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിയ സീഡ്സ് കഴിക്കുന്നതിനേക്കാളും ഫ്ലാക്സ് സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ ഫ്ലാക്സ് സീഡ്സ് ഇട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ഒരു 3-3:30 ഒക്കെ ആകുമ്പോൾ മാത്രമേ നമുക്ക് വിശപ്പ് തോന്നുകയുള്ളൂ. അതായത് അതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്ലാക്സ് സീഡ്സ് ആയിരിക്കും ചിയ സീഡ്സിനേക്കാളും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ എന്തെങ്കിലും വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഫ്ലാക്സ് സീഡ്സ് ആയിരിക്കും നല്ലത്. അതായത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ഫ്ലാക്സ് സീഡ്സ് ആയിരിക്കും നല്ലത്. കാരണം അതിൽ ഫൈബർ കണ്ടന്റ് ചിയ സീഡ്സിനെ അപേക്ഷിച്ച് കൂടുതലാണ്, സോലുബിൾ ഫൈബേഴ്സ്. അതേസമയം ചിയ സീഡ്സിൽ ഇൻസോളബിൾ ഫൈബേഴ്സ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടുതൽ ചിയ സീഡ്സ് കഴിക്കുന്നതായിരിക്കും നന്നാവുക. അതായിരിക്കും അവരുടെ ബോഡിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഏത് ആണോ അനുയോജ്യമായത് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ചിയ സീഡ്സ് എപ്പോഴും രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. കാരണം നമ്മൾ ചിയ സീഡ്സിൽ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു അതെല്ലാം തന്നെ അബ്സോർബ് ചെയ്തിട്ട് പൊന്തി വരികയാണ് ചിയ സീഡ്സ് ചെയ്യുക. അപ്പം നമ്മൾ രാത്രി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വാട്ടർ കണ്ട് അതിലേക്ക് അബ്സോർബ് ചെയ്യുകയും എന്നിട്ട് അത് രാവിലെ നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ ആക്കി കഴിക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ വയറ് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
ഇനി ഫ്ലാക്സ് സീഡ്സ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജ്യൂസിന്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കറികളിലോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളിലോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒന്നിരിക്കൽ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ട് ആ പൊടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് മുളപ്പിച്ച് കഴിക്കുക. കാരണം ഇതിന്റെ തോലിൽ ഒരു ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത്ര നല്ലതല്ല. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് വറുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ മുളപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് നശിച്ചു പോവുകയും നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫൈബേഴ്സും നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അട്ടർ ആയുർവേദ എന്ന് പറയുന്ന കമ്പനി നല്ലതാണ്, അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ആണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ട്രൂ എലമെന്റ്സും അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ആണ്, ഓർഗാനിക് പ്രൊഡക്ട്സ് ഉള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങുന്നതായിരിക്കാം കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിയ സീഡ്സ് എന്ന് പറയുന്നത് മെക്സിക്കൻ ഒറിജിൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫ്ലാക്സ് സീഡ്സിനെ അപേക്ഷിച്ച് വില കുറച്ചും കൂടെ കൂടുതലാണ്. അതേസമയം ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ ചിയ സീഡ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ലഭിക്കുന്നതാണ്. അപ്പം ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം. അതുപോലെ തന്നെ PCOD ഉള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിലും ഇവർക്കെല്ലാം തന്നെ ഫ്ലാക്സ് സീഡ്സ് ആണ് ചിയ സീഡ്സിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോലുബിൾ ഫൈബേഴ്സ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വയർ ഫില്ലായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുകയും വിശപ്പ് കുറേ നേരത്തേക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യാനും ഫ്ലാക്സ് സീഡ്സ് ആണ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ. ഇനി ചിയ സീഡ്സ് ആണെങ്കിൽ ബോഡി വളരെയധികം ചൂട് അനുഭവപ്പെടുന്നവർക്ക്, വളരെയധികം വിയർപ്പ് അനുഭവപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നമുക്ക് കാൽഷ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക്, ബോണിന്റെയും മസിൽസിന്റെയും ഒക്കെ സ്ട്രെങ്ത് കൂട്ടണം എന്നുള്ളവർക്കെല്ലാം തന്നെ ഫ്ലാക്സ് സീഡ്സിനെ അപേക്ഷിച്ച് ചിയ സീഡ്സ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീര പ്രകൃതി അനുസരിച്ച് ഏത് സീഡാണോ ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് മാത്രമേ കുറയുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വളരെ എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുകയും ഡയറ്റ് ഫോളോ ചെയ്യുകയും ആണെങ്കിൽ ഒരു മാസം കൊണ്ട് 3 കിലോ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.